അയ്യോ എന്നെ പുറത്താക്കി അടക്കില്ലേ, എന്നെ പുറത്താക്കി ഡോർ അടക്കില്ലേ ബർത്ത്ഡേക്ക്. ഐ പതുക്കെ പതുക്കെ. അല്ലോ ഡോറൊക്കെ ഇപ്പൊ പൊളിക്കും. മിന്നു പോയോ? ഹാപ്പി ബർത്ത്ഡേ മിന്നുവിന് 2 വയസ്സായി. വല്ലതും അറിയോ? അപ്പൊ നമ്മളെ മിന്നൂസിന്റെ ബർത്ത്ഡേ കേക്ക് കാണാനുള്ള ആകാംക്ഷയിൽ. അവിടെ കാണിക്കാൻ പാടില്ല, അത് തുറക്കുമ്പോഴല്ലേ കാണിക്കുക. തുറക്കൂ. ഇപ്പൊ തന്നെ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ തന്നെ തിരിക്കുമ്പോ ഏറെ കഴിക്കുന്നുണ്ട്. ഇത് നല്ല തട്ടണ്ട. എവിടെ കാണില്ല മറ്റേ കൈ കൊണ്ട്. ഇതാണ് മിന്നുവിന്റെ ബർത്ത്ഡേ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. നമുക്കിവിടെ ഒന്ന് കത്തി വെച്ച് ഇതൊരു കിരീടൊക്കെ മേലെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. കിരീടം മീൻസ് ക്രൗൺ. ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മിൻഹ. കിട്ടണില്ലേ? ഇങ്ങനെ അങ്ങോട്ട് എടുക്കണേ. പക്ഷെ ഇങ്ങനെ തുറക്കായിരുന്നു. മണ്ടത്തരം കാണിച്ചു. വെറുതെ നല്ല ബോക്സിനെ കൊണ്ടേ കളഞ്ഞു. മാറ് കാണിക്കട്ടെ, ഫുള്ളായി കാണിക്ക്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതൊരു ക്രൗണൊക്കെ മേലെ, പിന്നെ 2 ഷുഗർ ബോള്. ഹാപ്പി ബർത്ത്ഡേ മിൻഹ. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു 3 ബലൂൺ കൊണ്ട്, തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. നമുക്ക് ആ മുന്നേ ഒരു 3 ഫ്ലവർ ഇതുപോലെ ബലൂൺ കൊണ്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ 3 സൈഡില്. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഇതുപോലെ ഒരു ഫോൺ സൈസിലാണ് കേട്ടോ. ഒരു പിങ്ക് കളറാണ് കേട്ടോ. ഈ ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. വീഡിയോയിൽ അത്ര അങ്ങോട്ട് പോരാ, നമ്മളെ ലൈറ്റിലൊക്കെ കാണുമ്പോൾ നല്ല തിളക്കമുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സിൽവറിന്റെ താഴെ വരെ കിടക്കുന്ന ഒരു കർട്ടനും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ലുക്ക് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും കേക്ക് കട്ടിങ്ങിന്റെ സമയത്തൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബർത്ത്ഡേന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് എന്നൊന്നും പറയാനും, ഞാൻ മുന്നേ കേക്ക് കട്ടിങ്ങിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഷോർട്ട് സൈസിലാണ് എടുത്തത്. കാരണം ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ കണ്ട് വിട്ടതാണ് കേട്ടോ. അപ്പം ആ ഒരു കട്ടിങ്ങിന്റെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇതാണ് മിന്നുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഷോർട്സ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഒന്ന് ഡിലേ ആക്കിയതാണ് കേട്ടോ. നമുക്ക് ജനുവരി 16 ആയിരുന്നു മിന്നുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ വീഡിയോ ഇപ്പം ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് മീൻസ് ജനുവരി 8-നാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ ഒരു ഫ്രോക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് മുന്നേ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഷാന ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മിന്നുവിന്. അപ്പോൾ ഞാൻ രാവിലെ എന്തോ കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ എടുത്ത കെച്ചപ്പാണ്, അതും പിടിച്ചുകൊണ്ട് ആളങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ കിട്ടാനുള്ള ഒരു തന്ത്രപ്പാടും കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ പാടന്നെ ഞാൻ ആദ്യം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു, നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തതാണ്. അപ്പം ഇതാണ് മിന്നുവിൻ്റെ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഓവറായിട്ടൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ബർത്ത്ഡേ കഴിഞ്ഞ ക്ഷീണത്തിൽ ഉറങ്ങുന്ന താത്ത കിടന്നുറങ്ങുന്നത് കണ്ടാൽ വിചാരിക്കും ഇന്നത്തെ ഫുള്ള് പരിപാടി 37 ഏറ്റെടുത്തേക്കണത്. ഹലോ, എന്താ ഉദ്ദേശം? സ്കൂള് ലീവാക്കിയതും പോരാ ഇവിടെ കിടന്ന് ഉറങ്ങുക അല്ലേ? മിന്നൂസ് ആണെങ്കിൽ അവിടെ കുപ്പായൊന്നും ഇടാതെ കിടക്കുന്നുണ്ട് അല്ലേ മിന്നൂസിന്റെ ഫ്രോക്കൊക്കെ മിന്നൂസ് അഴിച്ചിട്ടു. ഷാന, ഇപ്പൊ നീ എന്താ കേക്ക് മുറിക്കുന്ന വ്ളോഗൊന്നും എടുക്കാഞ്ഞ്? പക്ഷെ നമ്മളതിങ്ങനെ ഷോർട്സിന്റെ സൈസിലാണ് എടുത്തത് അല്ലേ? അതെ, ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ അങ്ങനെ കുറെ ദിവസം കാത്തിരുന്ന നമ്മുടെ മിന്നൂസിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി
ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ ഉണ്ടാവുക? ബർത്ത്ഡേ വരുമ്പോ ഇനി എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. കേക്കും ഡ്രസ്സും ഉണ്ടാവും. പിന്നെന്താ ഇല്ലാത്തത്? അതന്നെ ഇല്ലാതിരുന്നാ കുറെ പൈസയുടെ കുറവ് കിട്ടും. പിന്നെന്താ അതിലില്ലാത്തത്? ഒരു 4 ബലൂണാണോ ഇപ്പൊ എക്സ്ട്രാ വേണ്ടത്? അതിപ്പോ ഒരു 10 രൂപക്ക് 4 ബലൂൺ കിട്ടും. കേക്കും ഡ്രസ്സാണല്ലോ മെയിൻ ചെലവ് എന്ന് പറയുന്നത്. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെന്ത് ബർത്ത്ഡേ എന്നല്ലേ? ഷാന മിന്നുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ? അപ്പൊ നമ്മള് മുന്നത്തെ വ്ളോഗില് ഇതൊക്കെ പൊതിയുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു അല്ലേ? എന്താണ് ആ ഗിഫ്റ്റ്? ഷാനാന്റെ ഗിഫ്റ്റ് കാണിക്കൂ. ഒരു ക്യൂട്ട്, ഇതിനെന്താ പറയാ? ഇതിന്റെ പേരെന്താ? മറ്റേ ഇതിനെ കാണുന്ന പോലെ ഉണ്ടല്ലോ. എന്താണ്? ഒരു വിവാദമായ ബൊമ്മ. എന്താ പേര് ഇതിന്റെ? ലബൂബുന്റെ ഒക്കെ ഒരു ചെറിയ ഏട്ടനായിട്ട് വരുമോ? നോക്കട്ടെ ഫേസ് കാണിച്ച. ചെറുതായിട്ടൊരു ആ ഒരു പല്ലിന്റെ ഷേപ്പ് കിരീടത്തിൽ വന്നു എന്നുള്ളൂ. കാണിക്കൂ. നല്ലൊരു കളറ്. അവിടെ മിന്നുവിന്റെ കേക്കിലുണ്ടായിരുന്ന സാധനം കിരീടം ക്രൗൺ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ക്രൗണും കാര്യങ്ങളും നമ്മൾ ഇവിടെ ആർക്ക് വെച്ചു കൊടുത്തു? പൂപ്പി അല്ലേ? പൂപ്പിയല്ല, പപ്പിയാണ്. ഓക്കെ, അതിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വെച്ചിട്ടുള്ളൂ അല്ലേ? കിലുങ്ങണ മണിക്കിലുക്കങ്ങളൊക്കെ കേൾക്കാം. അപ്പൊ ഇത് മിന്നുവിന് വാങ്ങിച്ചെങ്കിലും ഇതിപ്പോ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മിന്നുവിന് ഇത് നല്ല ഒരു ടോയ്സും മിന്നു പിടിച്ച് നടക്കാറില്ല അല്ലേ? അതുകൊണ്ട് എന്തായി? നമുക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാതെ കഴിഞ്ഞു. ചിലപ്പോ അവിടെ എങ്ങനെ ഇരിക്കണ കണ്ടാല് എടുത്ത് കളിച്ചോളും. അപ്പൊ മിന്നുവിന്റെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ടില്ല അല്ലേ? അപ്പൊ മിന്നുവിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫാൻസി ടൈപ്പ് എന്നൊക്കെ പറയാം. ഇതുപോലെ കയ്യിലേക്ക് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഇടാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കെങ്കിലും ഇത് നല്ല ഭംഗിയും ഒരു വെസ്റ്റേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രം ഇട്ടിരുന്നുള്ളൂ. പിന്നെ അത് അഴിച്ചിട്ടും അടുത്ത ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് കേക്ക് കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ ഈ ഒരു ബൂട്ട്, ഇതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ, ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും. അപ്പം ഇതാണ് മിന്നുവിന്റെ മെയിൻ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മിന്നുവിന് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളുണ്ട്. അതിൽ 2 അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേക്ക് മുന്നേ കിട്ടിയതുണ്ട്. അപ്പം അതിൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വരുന്ന. പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയത് തന്നെ ഒരു പാൻറ്റും ടോപ്പാണ്. അപ്പൊ അത് നമ്മൾ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ഇട്ടതുകൊണ്ട് അതിപ്പോ കാണിക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ആ പൊങ്ങി നിൽക്കുന്ന നെറ്റ് മിന്നു ഇടാറില്ല. ഇത് പിന്നെ ആ സോഫ്റ്റ് നെറ്റാണ് കേട്ടോ, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ കയ്യിൽ ഇതാ അങ്ങനെ ഒരു സ്ട്രാപ്പ് ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് മിന്നു കേക്ക് കട്ടിങ്ങിനായിട്ട് ഇട്ടത്. മെയിൻ ഡ്രസ്സ് ഇട്ട് 2 ഫോട്ടോ എടുക്കുമ്പോഴേക്കിനും ആള് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എഴുന്നേറ്റപ്പോ ഞാൻ ഇട്ട് കൊടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ്. അപ്പം ഇത് അതിൻ്റെ ആ ഒരു ടോപ്പ്, ഇത് സ്കേർട്ട്. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം ഇപ്പോഴും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞാലും ഇട്ട് കൊടുക്കാം. കുറച്ച് സൈസുള്ള ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ അതാ നല്ലൊരു ലൈനായിട്ട് ഒരു ഫ്രോക്ക് കേട്ടോ, നല്ല കോട്ടന്റെ മെറ്റീരിയൽ ഒരു ഫ്രോക്ക്. പിന്നെയും നമുക്ക് അഗൈൻ വരുന്നത് ഇതാ ഒരു കുഞ്ഞു സ്കേർട്ട് ആൻഡ് ടോപ്പ്. അപ്പൊ ഇതിന്റെ കൈ അത്യാവശ്യം ലെങ്ത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ. ഇതും നമ്മളെ മേലിങ്ങനെ കുത്തിത്തിറക്കാത്ത അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇപ്പൊ മിന്നു ഇടുന്നില്ല കേട്ടോ. അപ്പൊ ഇതും അത്യാവശ്യം സുഖമുള്ളൊരു മെറ്റീരിയലാണ്. അപ്പൊ അതൊക്കെയാണ് മിന്നുവിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. അപ്പൊ ഇനി ഇതെന്തായാലും നമുക്ക് എടുത്തു വെക്കാം. കാരണം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെക്കാന്നാ വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ കൈ ഇത്തിരി ലെങ്ത് ഉള്ള കാരണം
നമുക്ക് മുകളിലോട്ട് ഈ ഒരു സംഭവം അങ്ങോട്ട് കയറ്റി വെച്ചാലോ അല്ലെങ്കിൽ കൈയിന്റെ ലെങ്ത് കുറച്ചിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം കൈയിന്റെ എൻഡ് വരെ ഉള്ളത് കാരണം ആളിത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ആക്കാൻ പറ്റണല്ലോ. അപ്പൊ ഷാന ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് മദ്രസയിൽ പോയിട്ടുള്ളൂ, സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. മിന്നു ആണെങ്കിൽ അവിടെ കളിച്ചും കൊണ്ടിരുന്നു. മിന്നുവിനും ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.